ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഈ ആഴ്ചത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ മുറിയിൽ മിത്രയും ആര്യനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒന്നും മിണ്ടാതിരിക്കുന്ന ആര്യനെ കാണുമ്പം മിത്ര പറയും, ആര്യ, എന്ത് ശിക്ഷ വേണേലും നീ എനിക്ക് തന്നോ, പക്ഷേ എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കില്ലേ, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്ക് എന്ന് പറയാം. അത് കേൾക്കുമ്പം ആര്യം പറയും, സാരമില്ല, നീ എന്നെ സഹായിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്, എനിക്കത് ക്ഷമിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് കുടുംബത്തിലുള്ള എല്ലാവരും കൃഷ്ണമംഗലത്തുകാരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായപ്പം ശരിക്കും എനിക്ക് ഒരുപാട് സങ്കടം വന്നു. ഞാൻ പറഞ്ഞതനുസരിക്കാതെ എൻ്റെ ഭാര്യ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തല്ലോ എന്നൊരു ചിന്ത വന്നു എന്ന് പറയാം. ആ സ്വർണം നമുക്ക് അർഹതപ്പെട്ടതല്ലടോ, അത് തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അധ്വാനത്തിൻ്റെ ഫലവാ. അവർ സ്നേഹത്തോടെ തനിക്ക് തന്ന സ്വർണമാണോ എന്ന് ചോദിക്കാം. എങ്കിലും ആര്യനെ സഹായിക്കണം എന്ന് മാത്രമേ ഞാൻ ആ സമയം കരുതിയുള്ളൂ എന്ന് മിത്ര പറയണം. എനിക്ക് മനസ്സിലാകും, എന്നെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് താൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തതെന്ന്. എന്നോടുള്ള തൻ്റെ സ്നേഹം എത്രമാത്രം കളങ്കമില്ലാത്തതാണെന്നും എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാകുമല്ലോ മീനുമെടുത്തി താൻ ഇതിലേക്ക് വലിച്ചിട്ടത് എന്ന് ചോദിക്കാം. അപ്പം മിത്ര തല കുനിച്ച് നിൽക്കുക. താൻ തലയൊന്നും കുനിച്ച് നിൽക്കണ്ട, അത്ര വലിയ തെറ്റൊന്നും താൻ ചെയ്തുമില്ല. എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത്. അതിന് എല്ലാവരോടും താൻ ക്ഷമ ചോദിക്കുകയും ചെയ്തു, എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുകയും ചെയ്തു. പക്ഷേ എല്ലാ കാര്യങ്ങളും ഇപ്പം തൻ്റെ വീട്ടുകാരെ അറിയിക്കേണ്ടിയിരുന്നില്ല എന്ന് പറയാം. വേണം ആര്യ, അവരല്ലെങ്കിൽ ആര്യനെ ഇനിയും ഒരുപാട് തെറ്റിദ്ധരിക്കും. ഞാൻ കാരണം ആര്യൻ എന്തുമാത്രം ചീത്തപ്പേര് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം എല്ലാവരും എല്ലാ സത്യങ്ങളും അറിഞ്ഞില്ലേ. ഇനി എൻ്റെ ആര്യനെ എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും വേദനിപ്പിക്കില്ല, അവർ മനസ്സിലാക്കുകയും ചെയ്യും. പിന്നെ അച്യുതൻ ചെറിയച്ഛൻ്റെ കാര്യം എനിക്കറിയില്ല. എൻ്റെ അച്ഛനെ പോലെയല്ല അച്യുതൻ ചെറിയച്ഛൻ. പകയും വാശിയും മാത്രമേ ആ മനസ്സിലുള്ളൂ, അത് മുഴുവനും അലോകിലും ഉണ്ട് എന്ന് പറയാണ് കേട്ടോ. അപ്പം ആര്യനിങ്ങനെ ചിന്തിച്ചിരിക്കുക. എനിക്ക് മനസ്സിലാകും ആര്യൻ്റെ ഇപ്പോഴത്തെ ടെൻഷൻ അനുശ്രയെ ഓർത്തിട്ടല്ലേ എന്ന് ചോദിക്കാം. അനുവിൻ്റെ അവസ്ഥ എന്തായി തീരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അച്യുതനും അലോകും അവരെങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഈ ദേഷ്യം മുഴുവനും അനുവിനോട് തീർക്കോ എന്ന് ചിന്തിക്കുക. ഏയ്, അങ്ങനെയൊന്നും ആരും ചിന്തിക്കേണ്ട. അവിടെ അവർ മാത്രമല്ലല്ലോ, മുത്തശ്ശിയും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടല്ലോ. അവരൊക്കെ ഉള്ളപ്പം അവരെ മറികടന്നുകൊണ്ട് അലോകിനോ അച്യുതൻ ചെറിയച്ഛനോ ചെറിയമ്മയ്ക്കോ ഒന്നും പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല അനുശ്രയ്ക്കെതിരായിട്ട് എന്ന് പറയാം. ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, അനുസരിക്കോ ഒരു കുഴപ്പം ഉണ്ടാകില്ലെന്ന് എന്ന് പറഞ്ഞ് ആര്യനോട് മിത്ര ചേർന്നിരിക്കുക. അപ്പം മിത്രയെ ആര്യൻ ചേർത്ത് പിടിക്കുകയും ചെയ്യും കേട്ടോ. ആര്യ, നാളെ ഇനിയിപ്പം ക്യാഷ് കൊടുക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്, അഡ്വാൻസ് തുക നമ്മുടെ ട്രാവൽ ഏജൻസിക്കുള്ള, അതിനിപ്പോൾ എന്താ ചെയ്യുക എന്ന് അപ്പം മിത്ര ചോദിക്കും. അത് സാരമില്ല, അയാളെ വിളിച്ച് ക്യാഷ് റെഡിയായില്ല എന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് ആര്യൻ പറയുന്നുണ്ടെങ്കിൽ പോലും ആര്യൻ്റെ ഉള്ളിൽ നല്ല സങ്കടമുണ്ട് കേട്ടോ. അത് നമ്മുടെ മിത്രയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. എത്രയേറെ പ്രതീക്ഷയോടെയാണ് ആര്യൻ ഓരോ കാര്യങ്ങളും ചെയ്തു തീർത്തത് എന്നൊക്കെ മിത്ര ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. സമയം കൃഷ്ണമംഗലത്ത് മുറിയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനന്തനും നന്ദിനിയും കൂടി. അനന്തേട്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാം. എന്താടോ, തനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുഖവുരയുടെ ആവശ്യം വല്ലതും ഉണ്ടോ എന്ന് അനന്തൻ ചോദിക്കും. അത് പിന്നെ ആര്യൻ അവൻ നല്ലൊരു പയ്യനല്ലേ എന്ന് ചോദിക്കുക. അതെ, ആര്യൻ നല്ലൊരു പയ്യനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഒന്നുമില്ലെങ്കിലും അവൻ ഗോമതിയുടെ മകനല്ലേ, ആ ഒരു നന്മയുണ്ടാകും. ഗോമതി വളർത്തിയ മകനല്ലേ എന്ന് പറയാം. ആര്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ മകള് ഇന്ന് ജീവനോട് ഇരിക്കുന്നത് പോലും ആര്യനും ഗോമതിയും ഒക്കെ അവളോട് കാണിച്ച ദയയുടെ ഫലമാണ്. നമുക്ക് അവരുടെ കല്യാണം ആർഭാടമായിട്ട് നടത്തിയാലോ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ചെറുതായിട്ടല്ലേ അന്ന് കല്യാണം നടന്നുള്ളൂ, നാടൊടുക്കെ വിളിച്ച് വലിയൊരു ആഘോഷമായിട്ട് നടത്തിയാലോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പം അനന്തൻ നന്ദിനെ തന്നെ സൂക്ഷിച്ചു നോക്കുക. താൻ എന്തൊക്കെയായി പറയുന്നത്? ഇത്രയും കാലം കഴിഞ്ഞില്ലേ ഇനി കല്യാണം നടത്താനോ എന്നുള്ള രീതിയിൽ അനന്തേട്ടൻ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? നമ്മുടെ മകളെയും മരുമകനെ ഈ കുടുംബത്തിലേക്ക് നമുക്ക് ക്ഷണിക്കണ്ടേ? അവർക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഈ കൃഷ്ണമംഗലം, അല്ലാതെ നമ്മുടെ മകളെ എഴുതി തള്ളാനാണോ അനന്തേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക. താൻ എന്തൊക്കെയായി പറയുന്നേ? മിത്രയോട് എൻ്റെ മനസ്സിൽ സ്നേഹമില്ലെന്നാണോ താൻ കരുതിയിരിക്കുന്നത്? നമുക്കാകെ ഉള്ളൊരു മകൾ അവള്, ആണായിട്ടും പെണ്ണായിട്ടും ആ ഒരുവള് മാത്രമേ ഉള്ളൂ. അവൾക്കൊരു തെറ്റു പറ്റിയെന്നും കരുതി നമുക്ക് പടിയടിച്ച് പിണ്ടം വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് അനന്തനും ചോദിക്കുക. പക്ഷെ താനീ പറഞ്ഞ കല്യാണക്കാര്യം അത് നമുക്ക് മാത്രം ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുമോ? അച്ഛനോടും കൂടി സംസാരിക്കണ്ടേ എന്ന് അനന്തൻ ചോദിക്കുക. അത് കേൾക്കുമ്പം നന്ദിനിക്ക് നല്ല ദേഷ്യം വരികയാണ്. അപ്പം നന്ദിനി ചോദിക്കും, അച്യുതൻ ആര്യനെയും മിത്രയും ഈ വീട്ടിലേക്ക് കയറ്റാൻ
ചേട്ടൻ സമ്മതിച്ചില്ലെങ്കിൽ അനന്തേട്ടനും അവരോട് ഒരിക്കലും ആ ദയ കാണിക്കില്ലേ എന്ന് ചോദിക്കാം. അപ്പം അനന്തൻ ഒന്നും പറയാതെ നിൽക്കുക. ആദ്യം നമുക്ക് അച്യുതനോട് സംസാരിക്കാം. ഒരു വീട്ടിൽ ഒരേ മനസ്സായിട്ട് കഴിഞ്ഞവരാ ഞങ്ങൾ. അവനിച്ചിരി എടുത്തുചാട്ടവും പകയും ദേഷ്യവും ഉണ്ടെന്നും കരുതി എൻ്റെ അനിയനെ എഴുതി തള്ളാൻ എനിക്ക് സാധിക്കുമോ എന്ന് അനന്തൻ ചോദിക്കുകയാണ്. അച്ചുവേട്ട, എതിരെ നിൽക്കുന്നത് നമ്മുടെ മകളാ. അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരിക തന്നെ വേണം. അവരുടെ കല്യാണം ആർഭാടമായി നടത്തുകയും നമ്മൾ അവരെ അംഗീകരിക്കുകയും ചെയ്യണം എന്ന് നന്ദിനി അനന്തനോട് ഉറപ്പെന്നുള്ള രീതിയിൽ ഇപ്പം സംസാരിക്കാൻ കേട്ടോ. ആനന്ദം പറയും, താൻ സമാധാനപ്പെട്, കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കാം. എന്തായാലും ഇത്രയും ആരിനെയും ഇനി അവഗണിച്ചു വിടാൻ ഞാനും കരുതുന്നില്ല. എൻ്റെ മകളും മരുമകനും അവർ, ആ സ്ഥാനം എന്നും എൻ്റെ മനസ്സിൽ അവർക്കുണ്ടായിരിക്കും. പക്ഷേ അച്യുതനോടും സംസാരിച്ചിട്ടേ എനിക്കൊരു തീരുമാനത്തിൽ എത്താനായിട്ട് സാധിക്കൂ എന്ന് നന്ദിനിയോട് പറയാൻ കേട്ടോ. അപ്പം നന്ദിനി ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുകയാണ്. ഇതേ സമയം അലോകും അനുശ്രയും കൂടി അവരുടെ റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം അലോക് അനുശ്രയുടെ അടുത്ത് പോയി ചെന്ന് ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അനുശ്രയോട് പറയും, നിന്റെ ചേട്ടൻ നല്ല പഠിച്ച കള്ളം തന്നെയാ എന്ന് പറയാം. അത് കേൾക്കുമ്പം അനുശ്രീക്ക് നല്ല ദേഷ്യം വരും. എൻ്റെ വീട്ടിലുള്ളവരെ പറ്റി എന്തെങ്കിലും വാക്ക് മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അലോകെ എൻ്റെ സ്വഭാവം മാറും എന്ന് അനുശ്രീ പറയൂട്ടോ. ഓ, നീ എന്നെ എന്ത് ചെയ്യാനായിട്ടാ പോകുന്നത്? ആ മിത്ര ഈ വീട്ടിൽ നിന്നപ്പം എത്ര നല്ല മര്യാദയുള്ള പെണ്ണായിരുന്നെന്നറിയാവോ? ഇപ്പം കണ്ടില്ലേ, നിന്റെ അച്ഛനും നിന്റെ ആര്യൻ ചേട്ടനും പറഞ്ഞതനുസരിച്ച് നട്ടാ കുരുക്കാത്ത നുണയല്ലേ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. വല്യച്ഛനും വല്യമ്മയും അതൊക്കെ വിശ്വസിക്കും. പക്ഷെ ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ഈ കള്ളക്കഥകളൊന്നും വിശ്വസിക്കാൻ പോകുന്നുമില്ല. മിത്രയോ ആ ആര്യനെയോ ഈ വീട്ടിലേക്ക് ക്ഷണിക്കാൻ പോകുന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കള്ളക്കഥ മെനയുകയും മറ്റുള്ളവരുടെ തലയിൽ കുതിര കയറാൻ ചെല്ലുന്നതുവേ ഈ വീട്ടിലുള്ള നീയും നിന്റെ അച്ഛനും അമ്മയും തന്നെയാ. ഇന്ന് തന്നെ അച്യുതൻ മാമൻ എന്തായിരുന്നു എൻ്റെ അമ്മയും അച്ഛനെയും ഒക്കെ വെല്ലുവിളിച്ച് ഭയങ്കര കള്ളന്മാരാക്കിയുള്ള സംസാരമായിരുന്നല്ലോ. അവസാനം നാണം കെട്ട് തിരിച്ചു പോരേണ്ടി വന്നില്ലേ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പം അലോക് പറയും, അനുശ്രീ, എൻ്റെ അച്ഛനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല, ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. ഞാൻ എത്ര തവണ പറഞ്ഞു, എൻ്റെ അച്ഛനോ ചേട്ടനോ ആരും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല. അവർക്കാർക്കും മിത്ര എടുത്തിട്ട് സ്വർണം വേണ്ടതാനും. ഇതിപ്പം ആരും ചേട്ടനെ സഹായിക്കാൻ വേണ്ടി മിത്ര എടുത്ത് തന്നെയല്ലേ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇവിടെ ആരുടെ തെറ്റാ ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. അതെല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. അവരുടെ കല്യാണം എങ്ങനെ നടന്നതെന്ന് പോലും ഏടത്തി എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുകയും ചെയ്തു. അതിനർത്ഥം ഇന്ന് ഈ കുടുംബത്തിലുള്ളവരൊക്കെ തല ഉയർത്തി നിൽക്കാൻ കാരണമാരാ? എൻ്റെ ഏട്ടനും ഞങ്ങളുടെ കുടുംബവും എന്ന് അനുശ്രീ പറയാൻ കേട്ടോ. അവളും അവളുടെ ഒരു കുടുംബവും കള്ളക്കഥ പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിച്ചിട്ട് വലിയ മാന്യന്മാരായിട്ട് നിൽക്കുന്നു. നിന്റെ അച്ഛനും നിന്റെ ചേട്ടനും ഒക്കെ ഭൂലോക ഫ്രോഡുകളാടി, നല്ല ഒന്നാം തരം കള്ളന്മാർ എന്ന് പറയാം. അത് കേൾക്കുമ്പം അനുശ്രീക്ക് നല്ല ദേഷ്യം വരികയാണ്. അനുശ്രീ അലോകിനിട്ട് എടുത്തിട്ട് അടിക്കുകയാണ് കേട്ടോ. അനോദേ മര്യാദയ്ക്ക് വിട്ടോ എന്ന് പറഞ്ഞ് അലോക് അവിടെ കിടന്ന് കരയവേ ഈ ശബ്ദം പതിവ് പോലെ തന്നെ അച്യുതനും കേൾക്കും. അച്യുതനും രാജശ്രീയും കൂടി ഓടി റൂമിലേക്ക് ചെല്ലും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അനുശ്രീ അടിയൊക്കെ ഒതുക്കി പോലെ തന്നെ ഒന്നും നടക്കാത്ത പോലെ അഭിനയിക്കുകയും ചെയ്യുവേ. അപ്പം അച്യുതൻ രാജശ്രീയോട് പറയും, ഇത് ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ശരിയാക്കില്ല. എത്രയും വേഗം ഈ പെണ്ണിനെ ഈ കൃഷ്ണമംഗലത്തിൽ നിന്നും പുറത്താക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മകൻ്റെ എല്ലും തോലും പോലും അവൾ മിച്ചം വെച്ചേക്കില്ല എന്ന് പറയാം. അച്ചുവേട്ടൻ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാകുന്നില്ലേ? അവളെ ഉപേക്ഷിച്ചിട്ട് ഏട്ടൻ കൊണ്ടുവന്ന ആ കോടീശ്വരൻ്റെ മകളുടെ ആലോചന എങ്ങനെയെങ്കിലും നടത്തണമെന്ന്. അത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ലാഭമെങ്കിലും ഉണ്ട്. ഒന്നുമില്ലെങ്കിലും നല്ല സ്വത്തുള്ള വീട്ടിലെ പെണ്ണ, അല്ലാതെ പലചരക്ക് കടക്കാരൻ്റെ മകളൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുക. പക്ഷേ അങ്ങനെ അനുശ്രയെ ഒഴിവാക്കാനായിട്ട് പറ്റുമോ? അല്ല അലോക് അതിന് സമ്മതിക്കുമോ എന്ന് ചോദിക്കുക. അലോകെ എൻ്റെ മോന, അവനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നീയായിട്ട് ഇനി ഇതിൽ ഇടങ്കോളിടാൻ വരാതിരുന്നാൽ മതി. ഞാൻ പറയുന്നത് പോലെ നീയും അങ്ങ് ചെയ്താൽ മതി എന്ന് രാജശ്രീയോട് അച്യുതൻ പറയാൻ കേട്ടോ. ഇപ്പം രാജശ്രീക്കും അനുശ്രീയെ പുറത്താക്കി അലോകിന് ആ മറ്റേ പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പം അതിനുള്ള പ്ലാനുകളൊക്കെ അവർ തയ്യാറാക്കുന്നുണ്ട്. അപ്പം അലോകിനോട് അച്യുതൻ ആ പെൺകുട്ടിയുമായിട്ട് അടുത്തിടപഴകണമെന്നും അവൾക്ക് മനസ്സിൽ അലോക് ഇല്ലാതൊരു ജീവിതം ഇനി ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ സ്നേഹം വളർത്തണമെന്നും ഒക്കെ അച്യുതൻ അലോകിനെ ഉപദേശിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ആ ഭാഗങ്ങളൊക്കെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് അതിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് കൂടുതലായിട്ട് ഇനി അതിനെപ്പറ്റി പറയുന്നില്ല കേട്ടോ. എന്തായാലും അനുശ്രീയെ മറികടന്നുകൊണ്ട് ആ പെൺകുട്ടിയുടെ പുറകെ അലോക് പോവുക തന്നെ ചെയ്യും. അവർ തമ്മിൽ ഒരു സ്നേഹബന്ധം ഉടലെടുക്കുന്നതുമൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നും ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കാണാത്തവരെ അതോടെ ഒന്ന് കയറി കാണണം കേട്ടോ.
സമയം നമ്മുടെ ദേവി കടയിൽ നിന്ന് വന്നു കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പം ദേവിയാണെങ്കിൽ മുറിയിൽ പോയിരിക്കുമ്പം ഇങ്ങനെ വെറുതെ ആരോടുന്നില്ലാതെ പറയും, എങ്കിലും മിത്രയ്ക്ക് ആ സ്വർണം കൊണ്ടുപോയി പണയം വെക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇതിപ്പം ബാലച്ചനൊക്കെ അതുകൊണ്ട് നാണക്കേടുണ്ടായില്ലേ എന്നിങ്ങനെ പറയാം. അപ്പം അത് കേട്ടോണ്ട് ആനന്ദ് ഇങ്ങനെ വരുമ്പം പറയും, മിത്ര ചെയ്തതിൽ എന്താ തെറ്റുള്ളത്? അവളുടെ ഭർത്താവിനെ സഹായിക്കാൻ വേണ്ടിയാ അവൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. സ്നേഹമുള്ള ഭാര്യമാർ അങ്ങനെയാ, എത്ര ത്യാഗം ചെയ്തിട്ടും സ്വന്തം ഭർത്താവിനെ സഹായിക്കാനായിട്ട് നോക്കും. പക്ഷേ നിന്നെക്കൊണ്ട് അത് ഈ ജന്മത്തെ സാധിക്കുമോ? സ്വന്തം ഭർത്താവിനെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാം, എങ്ങനെയൊക്കെ ചതിക്കാം എന്ന് ആലോചിച്ച് നടക്കുന്നവളല്ലേടി നീ. അങ്ങനെയുള്ള നിനക്ക് പാവം ഇത്രയെപ്പറ്റി കുറ്റം പറയാൻ എന്ത് അർഹതയുള്ളത് എന്ന് ചോദിക്കുക. അതിന് ആനന്ദേട്ട, ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല, അങ്ങനൊരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഇന്ന് ബാലച്ചൻ എല്ലാവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ, ഞാൻ അതുമാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓ, നിന്നെപ്പറ്റിയുള്ള സകല സത്യങ്ങളും ഈ വീട്ടിൽ അറിയുമ്പം ഈ ബാലച്ചൻ തന്നെ വേണം എല്ലാവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കാൻ. കാരണം അച്ഛനാണല്ലോ നിന്നെ എൻ്റെ തലയെ കൊണ്ട് കെട്ടിവെച്ചത്. അച്ഛൻ കൊണ്ടുവന്ന ആലോചനയല്ലേ. നിന്നെയോ നിന്റെ കുടുംബത്തെ പറ്റിയോ കൂടുതൽ ആലോചിക്കാതെ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതോർത്ത് എൻ്റെ അച്ഛൻ തന്നെ എല്ലാവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കൂലോ. എന്തേ, നീ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലേ? അപ്പം ഈ ബാലച്ചനോടുള്ള സ്നേഹമൊന്നും മോൾക്കുണ്ടാകില്ലായിരിക്കും അല്ലേ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പം ദേവിക്ക് ഒരു മറുപടി ഇല്ല കേട്ടോ. ആനന്ദേട്ട, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ബാലച്ചൻ വേദനിച്ചത് കണ്ടതുകൊണ്ട് പറഞ്ഞതാ, അല്ലാതെ മിത്രയ്ക്ക് ആരിനോടുള്ള സ്നേഹത്തിൽ ഒരു കുറവുണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. എനിക്ക് മനസ്സിലാകും മിത്ര ആരിനെ സഹായിക്കാൻ വേണ്ടിയാ അങ്ങനൊരു പ്രവൃത്തി ചെയ്തതെന്ന്. പക്ഷേ അതിൻ്റെ പരിണത ഫലം എല്ലാവരും കൂടി അനുഭവിക്കേണ്ടി വന്നില്ലേ, അത്രയേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും തല ഉയർത്തുന്ന രീതിയിൽ മിത്ര തന്നെ കാര്യങ്ങളൊക്കെ കൃഷ്ണമംഗലത്തുകാരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ആനന്ദ് അപ്പം ദേവിയോട് പറയാൻ കേട്ടോ. അത് ദേവി കേൾക്കുമ്പം ദേവിക്ക് മറുപടി ഒന്നുമില്ല എന്ന് പറയാം. അല്ല, നിന്റെ അച്ഛനിപ്പം ഇടയ്ക്കിടയ്ക്ക് കടയിലേക്കുള്ള വരവൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുക. അത് ആനന്ദേട്ടൻ പറഞ്ഞു വിടുന്നതല്ലേ എന്നെ ഗോമതി സ്റ്റോറിൽ നിന്ന് മാറ്റാനായിട്ട് എന്ന് ദേവി ചോദിക്കുക. അതെ, നിന്റെ ഈ ഗോമതി സ്റ്റോറിലേക്കുള്ള പോക്ക് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഈ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങളാ. എന്ന് നീ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്നു അന്നേ ഇവിടുത്തെ പ്രശ്നം തീരുള്ളൂ എന്ന് പറയാം. പക്ഷെ ആനന്ദേട്ടൻ ഒന്ന് മനസ്സിലാക്കിക്കോ, എത്ര തവണ എൻ്റെ അച്ഛൻ വന്നു പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ബാലച്ചൻ ഇനി നീ വരണ്ട എന്ന് പറയാതെ ഞാൻ ഗോമതി സ്റ്റോറിലെ ജോലി ഉപേക്ഷിക്കാനും പോകുന്നില്ല. ഇക്കാര്യത്തിൽ ആനന്ദേട്ടൻ എന്നെ എത്ര നിർബന്ധിച്ചിട്ടും ഒരു കാര്യമില്ല എന്ന് ദേവി പറയണം കേട്ടോ. അപ്പം ആനന്ദ് മനസ്സിൽ പറയും, നിൻ്റെയും നിൻ്റെ ഫ്രോഡ് അച്ഛൻ്റെയും എല്ലാ കള്ളത്തരങ്ങളും ഞാൻ കൈയോടെ പൊക്കോടി, എന്നിട്ട് തെളിവ് സഹിതം നിൻ്റെ മുന്നിൽ കൊണ്ട് ഞാൻ കാണിക്കും. അപ്പം നീ നാണം കെട്ട് എൻ്റെ മുന്നിലൊരു നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ ദേവി, അത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും അതിനുള്ള വാരിക്കുഴി ഞാൻ തോണ്ടിക്കഴിഞ്ഞു എന്ന് ആനന്ദ് മനസ്സിൽ പറയാൻ കേട്ടോ. എത്രയും വേഗം ഉദയഭാനുവിനെ കൊടുക്കണം, അതുമാത്രമാണ് ആനന്ദിൻ്റെ മനസ്സിലുള്ളത്. ഇതേ സമയം നമ്മുടെ മീനാക്ഷിയും അതുപോലെ ആകാശും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം മീനു ആണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പം ആകാശ് ചോദിക്കും, എന്താ മീനു, നിനക്കെന്താ ഒരു ടെൻഷൻ പോലെ എന്ന് ചോദിക്കുക. ഏയ്, ഞാനും ഇത്രയുടെ കൂടെ ഇതിനൊക്കെ കൂട്ടുനിന്നു. ഞാൻ കാശ് കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ പാവം ആര്യൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കടയ്ക്ക് അഡ്വാൻസ് നാളെ കൊടുക്കാമെന്ന് പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ എല്ലാ പ്ലാനുകളും തകിടം മറിഞ്ഞില്ലേ എന്ന് പറയാം. അതിപ്പം നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെയായി തീരുമെന്ന് നീയോ മിത്രയോ അറിഞ്ഞിരുന്നോ എന്ന് ചോദിക്കുക. സാരമില്ല, ആരിനും കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് അപ്പം ആകാശ് പറയാം. അത് കേൾക്കുന്ന മീനാക്ഷി ചോദിക്കും, ആകാശെ, ഞാനൊരു കാര്യം പറഞ്ഞ ആകാശിൻ്റെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുക. നീ ആദ്യം കാര്യം പറ എന്ന് അപ്പം ആകാശ് പറയൂട്ടോ. അത് PF നിന്ന് എനിക്ക് ലോൺ കിട്ടും, ഞാൻ ആ പൈസ എടുത്ത് ആര്യന് കൊടുത്താലോ എന്ന് ചോദിക്കുക. ഞാൻ കാശ് കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിലല്ലേ ആ പാവം കട തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് പറയാണ്. നീ കാശ് കൊടുക്കുന്നതിലൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നീ അവന് കാശ് കൊടുത്താൽ അവനത് കറക്റ്റായിട്ട് തിരിച്ചു കൊടുത്തരികയും ചെയ്യും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ അവനിനി അത് മേടിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. ആര്യനോട് പറയണ്ട, ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ക്യാഷ് കൊണ്ട് കൈ കൊടുക്കുമ്പോൾ മാത്രം ആര്യനറിഞ്ഞാൽ മതി എന്ന് പറയാം. അവനപ്പം പൈസ മേടിച്ചില്ലെങ്കിലോ എന്ന് അപ്പം ആകാശ് ചോദിക്കുക. ഏയ്, മേടിക്കാതിരിക്കില്ല, കൊടുത്തു നോക്കാലോ, എൻ്റെ ഒരു മനസ്സമാധാനത്തിനാ. അല്ലെങ്കിൽ ആ പാവത്തിന് ആശ കൊടുത്തല്ലോ എന്നോർത്ത് എനിക്ക് ആകെ കുറ്റബോധം തോന്നും എന്ന് മീനാക്ഷി പറയാം. നീ ചെയ്യുന്നതിൽ എനിക്കൊരു എതിർപ്പുമില്ല. എൻ്റെ അനിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നീ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതിൽ ഏറ്റവും സന്തോഷം എനിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ മീനു, എനിക്കും ഇങ്ങനെയുള്ള ദയൊക്കെ എന്നോടും നിനക്ക് കാണിക്കാം എന്ന് പറയാണ്. എനിക്കൊരു ഒപ്പിട്ട് തരാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ. എല്ലാവരെ പറ്റി നീ ചിന്തിക്കുന്നുണ്ട്, സ്വന്തം ഭർത്താവായ എന്നെക്കുറിച്ച് മാത്രം നിനക്കൊരു ആവലാതിയില്ല എന്ന് പറയാം. ദേ ആകാശെ, നിൻ്റെ കടയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വല്ലതും പറയുമ്പം എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്ന് മീനു അപ്പോൾ കളിയായിട്ട് പറയൂട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കുകയെ. അതുമാത്രമല്ല, ഉദയഭാനുവിനെ വിളിച്ച് നമ്മുടെ
ആനന്ദ് വീണ്ടും ദേവിയുടെ ജോലി നിർത്തിക്കണം എന്ന് നിർബന്ധിക്കുന്നതും ഉദയഭാനു കടയിലേക്ക് വരാൻ ഒരു കാരണം തേടിയിരിക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കടയിലേക്ക് വരുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇത്തവണ ഉദയഭാനു കടയിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ് ആനന്ദ് ഇങ്ങനെ ഒരു ഫോൺ കോൾ ചെയ്യുന്നത്. എന്നിട്ട് അയാൾ അറിയാതെ അയാളുടെ പിന്നാലെ തന്നെ ആനന്ദ് ഉണ്ടായിരുന്നേ. അയാൾ കടയിൽ വരുന്നതും എല്ലാവരുമായിട്ട് സംസാരിക്കുന്നതും എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ക്യാഷ് അടിച്ചു മാറ്റുന്നതും എല്ലാം നമ്മുടെ ആനന്ദ് വെടിപ്പായിട്ട് ഫോണിൽ പിടിക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും ഉദയഭാനുമായിട്ട് അറിയുന്നുമില്ല. അപ്പം ഇതും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാൻ കാരണം ഇതിൻ്റെയും ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. വീണ്ടും കൂടുതലായിട്ട് പറയണ്ടെന്ന് കരുതി കേട്ടോ പറയാത്തത്. അത് കാണാത്തവരെ ഒന്ന് കണ്ടാൽ മതിയേ. അങ്ങനെ ഉദയഭാനുവിൻ്റെ കള്ളത്തരങ്ങളൊക്കെ നമ്മുടെ ആനന്ദ് കൈയോടെ പൊക്കി ദേവിയുടെ അടുത്തേക്ക് വൈകുന്നേരം വീട്ടിൽ കൊണ്ട് കാണിക്കാനായിട്ട് ചെല്ലൂ കേട്ടോ. അപ്പോൾ ദേവി ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അല്ല, എപ്പോഴും കടയിൽ നിന്ന് കാശൊക്കെ പോകുന്നത് നീ കണ്ടുപിടിക്കാനായിട്ട് നിനക്ക് സാധിച്ചോ എന്ന് ചോദിക്കുക. അല്ല, ഇപ്പോഴും ക്യാഷ് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ദേവിയാണെങ്കിൽ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുവാണേ. ആനന്ദേട്ട എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ല, കടയിലെ കണക്കുകളൊക്കെ ഇപ്പം റെഡി ആയോ എന്ന് അന്നൊരു 25,000 രൂപയുടെ കുറവുണ്ടെന്നും പറഞ്ഞല്ലേ ആ പാവ മാമനെ നീ കള്ളനാക്കാൻ കൂട്ടുനിന്നത് എന്ന് ചോദിക്കുക. ഞാൻ മാമനെ കള്ളനാക്കിയിട്ടില്ല. ബാലച്ചൻ ഒന്ന് കാര്യം ചോദിച്ചു, അതിനല്ലേ മാമൻ എല്ലാവരോടും പിണങ്ങി കൃഷ്ണമംഗലത്തേക്ക് പോയത് എന്ന് ദേവി ചോദിക്കുക. അല്ല, ഇന്നത്തെ കണക്കൊക്കെ കറക്റ്റ് ആണോ എന്ന് ചോദിക്കുക. ഇന്നും പൈസ കുറവ് വന്നിട്ടുണ്ട് ആനന്ദേട്ട എന്നപ്പം ദേവി പറയാൻ കേട്ടോ. അല്ല, ഇപ്പം മാമനും അവിടെ ഇല്ല. ഇപ്പം നിനക്ക് ആരെയായിരിക്കും സംശയം? അല്ല, ഇനി അച്ഛൻ തന്നെ എടുത്തതാണെന്ന് നീ പറയോ എന്നപ്പം ചോദിക്കുക. ആനന്ദേട്ട എന്തൊക്കെ ഈ പറയുന്നത്? ആനന്ദേട്ടൻ എന്നെപ്പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? ബാലച്ചൻ എനിക്കെൻ്റെ ദൈവത്തെ പോലെയാ. ബാലച്ചൻ്റെ കടയിൽ നിന്ന് ബാലച്ചൻ പൈസ എടുത്താൽ തന്നെ ഇപ്പം എന്താ എന്ന് ചോദിക്കുക. ഓ, അത്രയ്ക്കൊക്കെ വിവരം നിനക്കുണ്ടോ? അപ്പം പിന്നെ രാമേട്ടനെ ആയിരിക്കും അല്ലേ സംശയം? എനിക്ക് ആരും ഒരു സംശയമില്ല എന്ന് ദേവി അപ്പം മറുപടി പറയാണ്. അല്ല, നിൻ്റെ അച്ഛൻ ഇന്ന് കടയിൽ വന്നിരുന്നില്ലേ? നിൻ്റെ അച്ഛന് നിനക്ക് ഒരു സംശയമില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എൻ്റെ അച്ഛൻ കടയിൽ വന്നിരുന്നു, പക്ഷെ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ദ്രോഹം വരുന്നൊരു കാര്യം അച്ഛൻ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറയാം. അല്ല, ഇത്രയും കാലം നിനക്ക് ദ്രോഹം വരുന്ന പ്രവർത്തികൾ മാത്രമല്ലേ നിന്റെ അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ? എന്നിട്ടും നിനക്ക് അയാളെ വിശ്വാസമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ദേവി എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുക. ഇനി അച്ഛനാണോ കാശ് എടുത്തിട്ടുണ്ടാവുക എന്നൊരു തോന്നൽ ദേവിയുടെ മനസ്സിൽ വരുന്നുണ്ട്. ആനന്ദ് അപ്പോഴാ ദേവിനെ ആ വീഡിയോ കാണിക്കൂ കേട്ടോ. ആ വീഡിയോ കാണുന്ന ദേവി പേടിച്ച് വരച്ച ആനന്ദിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. തൻ്റെ അച്ഛൻ വീണ്ടും തന്നെ ചതിച്ചിരിക്കുന്നു എന്നൊരു ബോധ്യം ദേവിക്ക് വന്നിരിക്കുക. ആനന്ദേട്ട ഇത് എന്ന് ചോദിക്കുക. നിന്റെ അച്ഛനാണ് ഇത്രയും നാളും കാശടിച്ചുകൊണ്ട് കടയിൽ നിന്ന് പോയിരുന്നത്. നിനക്ക് ഒരിക്കൽ പോലും നിന്റെ അച്ഛന് സംശയം തോന്നിയില്ലല്ലോ. അതാ എങ്ങനെയാ ദേവി ഇത്രയും കള്ളത്തരമുള്ള നിന്റെ അച്ഛനെ നീ സംശയിക്കാതിരുന്നത് എന്ന് ചോദിക്കാം. ഓ, സ്വന്തം അച്ഛനാണല്ലോ അല്ലേ? മാമനാവുമ്പോൾ നിനക്ക് അന്യനാണല്ലോ അല്ലേ എന്ന് ചോദിക്കാം. ആനന്ദേട്ട മാമനെ ഞാൻ എൻ്റെ സ്വന്തം സഹോദരനെ പോലെ കണ്ടിട്ടുള്ളൂ എന്ന് പറയാം. കണ്ടിട്ടല്ലേ ഉള്ളൂ, സ്വന്തം സഹോദരനൊന്നും അല്ലല്ലോ എന്ന് ആനന്ദ് പറയാണ്. ഞാൻ ഈ വീഡിയോ ഈ വീട്ടിലുള്ള എല്ലാവരെയും കാണിക്കും. മാമൻ്റെ നിരപരാധിത്വം എല്ലാവരും തിരിച്ചറിയിക്കുകയും ചെയ്യും എന്ന് പറയാം. ആനന്ദേട്ട പ്ലീസ് ഇപ്പോൾ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യല്ലേ. ഇതെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ കല്യാണം അത് മുടങ്ങും എന്ന് പറയാം. ഞാൻ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവളുടെ കല്യാണത്തെ അത് ബാധിക്കും എന്ന് പറയാണ്. ഓ, സ്വന്തം കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായപ്പം നിനക്ക് പൊള്ളുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുക. ഈ കുടുംബത്തിൽ നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ കള്ളങ്ങൾ കൊണ്ടൊരു കൂടാരം ഉണ്ടാക്കിയല്ലേ നീ നിൽക്കുന്നതെന്ന് ചോദിക്കുക. നിന്നോട് ഒരു ദയം കാണിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. എന്നോട് നീ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ആനന്ദ് അപ്പം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവി ഇങ്ങനെ ആലോചിച്ച് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുക. അവസാനം ദേവി പറയും, എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് ആനന്ദേട്ട. എന്നെപ്പറ്റിയുള്ള എല്ലാ സത്യങ്ങളും ആനന്ദേട്ടൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞു എന്ന് ദേവി പെട്ടെന്ന് തന്നെ തൻ്റെ നയം മാറ്റുകയാണ് കേട്ടോ. തൻ്റെ അച്ഛൻ കാരണം ഈ കുടുംബത്തിൽ എത്ര പ്രശ്നങ്ങളാണ് ഉണ്ടായത്. താനും ആ മാമൻ്റെ വേദനപ്പെടുത്തുന്നതിൽ കാരണക്കാരിയായി. താൻ ഇത് അർഹിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ദേവിയുടെ മനസ്സിലേക്ക് വരികയാണ്. ഇനിയും കള്ളങ്ങൾക്ക് താൻ കൂട്ടുനിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും തനിക്ക് നീതി കിട്ടില്ല. ഒരിക്കലും ദൈവം പോലും തന്നോട് ക്ഷമിക്കില്ല എന്നൊരു ചിന്ത ദേവിയുടെ മനസ്സിലേക്കും കടന്നു വരികയാണേ. അപ്പം ഇതൊക്കെ വരും ആഴ്ചകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് മാത്രമല്ല, അലോക് മറ്റേ കോടീശ്വരൻ്റെ മകളുണ്ടല്ലോ, ആ കുട്ടിയുമായിട്ട് അടുത്തിടപഴകുന്നതും അതിൻ്റെ കൂടെ പാർക്കിലും ബീച്ചിലും ഒക്കെ പോകുന്നതും ഒക്കെ നമ്മുടെ മീനാക്ഷിക്ക് കാണാനിടയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനുശ്രീയുടെ കാര്യം ഓർത്ത് മീനാക്ഷിക്ക് നല്ല ടെൻഷനാകുകയും അനുശ്രീയോട് സംസാരിക്കണമെന്ന് മീനാക്ഷി തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അനു അവിടെ അലോകിനെ കല്യാണം കഴിച്ചല്ല ജീവിക്കുന്നത്. അതിൻ്റെ പുറകെ അവൻ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ അനുശ്രീയെ ബാധിക്കും എന്ന് മീനാക്ഷിക്ക് നല്ല ഭയമുണ്ട്. പക്ഷേ നമ്മുടെ ആര്യനും ഈ കാഴ്ചകൾ കാണും. ആര്യൻ
അനുശ്രീയുടെ അടുത്തേക്ക് വെറുതെ ചോദിക്കുകയല്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതും സത്യങ്ങൾ തുറന്നു പറയുന്നതും ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാനായിട്ട് കഴിയും കേട്ടോ. അതിൻ്റെ വീഡിയോയും ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കൂടുതലായിട്ട് പറയാത്തത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.